നമസ്കാരം. തനിനിറം വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. അറിവ് തേടിയുള്ള അന്വേഷണമാണ് ജീവിതമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി. അവധിക്കാലത്തെ ഓർമ്മച്ചെപ്പിൽ ഒളിപ്പിച്ച് കുട്ടിക്കൂട്ടം തിരികെ വിദ്യാലയങ്ങളിൽ. വീടിന്റെ ജനലിനരികിൽ കാട്ടാനയെത്തി. ഭയന്ന് വിറച്ച് കുടുംബം. പാഞ്ഞാൾ സ്വദേശിയുടെ വീടിന് സമീപം കാട്ടാന എത്തുന്നത് തുടർക്കഥ. കാറും ബൊലേറോ ജീപ്പും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. 8 പേർക്ക് പരിക്കേറ്റു. കേച്ചേരി അക്കിക്കാവ് റോഡിൽ കുമ്പഴ പാലത്തിന് സമീപമാണ് അപകടം. SFI മുൻ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയും മുൻ SFI നേതാവ് വിദ്യയും വിവാഹിതരായി. തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ ലളിതമായ ചടങ്ങുകളോടെ വിവാഹം. വാർത്തകൾ വിശദമായി. ഒരവധിക്കാലം കൂടി ഓർമ്മകളുടെ ചെപ്പിലൊളിച്ചു. കുട്ടിക്കൂട്ടം തിരികെ വിദ്യാലയങ്ങളിലെത്തി. പുതിയ അധ്യയന വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിച്ചു. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത്. പ്രവേശനോത്സവ വേളയിൽ സംസാരിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്റെ കുട്ടിക്കാല ഓർമ്മകളും പങ്കുവച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ വളർച്ചയിൽ മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് അമ്മമാരുടെ പങ്ക് വളരെ വലുതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുട്ടികളുടെ പ്രത്യേക കഴിവുകൾ കണ്ടെത്തുന്ന സ്ഥലമാണ് വിദ്യാലയമെന്നും അത് കണ്ടെത്തേണ്ടത് അധ്യാപകരാണെന്നും അദ്ദേഹം പറഞ്ഞു. മാതാപിതാക്കളും അധ്യാപകരുമായി അടുത്ത ബന്ധമുണ്ടാവണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി K. മുരളീധരൻ, ഗതാഗത മന്ത്രി CP ജോൺ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ഈ വൈജ്ഞാനിക വിസ്ഫോടനം നടക്കുന്ന ഈ കാലത്ത് അറിവ് തേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്തണം. അറിവ് തേടാൻ, ഇൻ സെർച്ച് ഓഫ് നോളജ്, അറിവ് തേടിയുള്ള നമ്മുടെ അന്വേഷണമാണ് ജീവിതം. അത് പഠനകാലത്തൊന്നും അവസാനിക്കുന്നതല്ല. പ്രവേശനോത്സവ ദിനത്തിൽ കുട്ടികൾക്കായി സ്നേഹ സമ്മാനം ഒരുക്കി പൂർവ്വ വിദ്യാർത്ഥികൾ. സ്കൂൾ ഗ്രൗണ്ടിൽ ബാഡ്മിന്റൺ കോർട്ട് നിർമ്മിച്ചു നൽകി കളിയുപകരണങ്ങളും വിതരണം ചെയ്തു. അമ്പലപുരം ദേശവിദ്യാലയം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ തേൻനിലാവിന്റെ നേതൃത്വത്തിലാണ് പഠിച്ച സ്കൂളിനായി സ്നേഹസമ്മാനം ഒരുക്കി നൽകിയത്. 108 വർഷത്തോളം പഴക്കമുള്ള സ്കൂളിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പ്രവർത്തനം സാമൂഹിക പ്രതിബദ്ധതയുടെയും പ്രതീകമായി. അവധിക്കാലത്ത് കുട്ടികൾ വീടുകളിൽ കളിക്കുന്ന സമയം ആളൊഴിഞ്ഞ സ്കൂൾ ഗ്രൗണ്ടിൽ കുട്ടികൾക്കായി ബാഡ്മിന്റൺ കോർട്ട് ഒരുക്കുന്ന തിരക്കിലായിരുന്നു ഈ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. പ്രവേശനോത്സവ നാളിൽ സ്കൂളിൽ നേരിട്ടെത്തി ഷട്ടിൽ ബാറ്റുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും അധ്യാപകരുടെ സാന്നിധ്യത്തിൽ കുട്ടികൾക്ക് കൈമാറി. സ്കൂളിലെ പ്രവേശനോത്സവം വാർഡ് കൗൺസിലർ മധു അമ്പലപുരം ഉദ്ഘാടനം ചെയ്തു. കുറ്റിയങ്കാവ് ക്ഷേത്രം മേൽശാന്തി ലക്ഷ്മി നാരായണൻ ഭദ്രദീപം തെളിയിച്ചു. പ്രശസ്ത നടനും സാഹിത്യകാരനും സൈക്കോളജിസ്റ്റുമായ ദേവി പ്രസാദ് പീഡിക്കൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രവേശനോത്സവ ഗാനത്തിനൊപ്പം ചുവടുവെച്ച കുട്ടികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയും എടുത്തു. സ്കൂൾ മാനേജർ TN ലളിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക KN ജ്യോതി, PTA പ്രസിഡന്റ് ഹൗലത്ത് ഷമീർ, വൈസ് പ്രസിഡന്റ് ശബരീഷ്, മുൻ പ്രധാനാധ്യാപിക സതീദേവി, സുമതി ടീച്ചർ, തേൻനിലാവ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ അംഗങ്ങളായ സന്തോഷ് അത്താണി, ഷാനി, പ്രകാശൻ, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി മഞ്ജു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കാറും ബൊലേറോ ജീപ്പും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. 8 പേർക്ക് പരിക്കേറ്റു. കേച്ചേരി അക്കിക്കാവ് റോഡിൽ കുമ്പുഴ പാലത്തിന് സമീപമാണ് അപകടം നടന്നത്. കാറും ബൊലേറോ ജീപ്പും കൂട്ടിയിടിച്ച അപകടം യുവാവിന് ദാരുണാന്ത്യം. 8 പേർക്ക് പരിക്കേറ്റു. കേച്ചേരി അക്കിക്കാവ് റോഡിൽ കുമ്പുഴ പാലത്തിന് സമീപമാണ് ബൊലേറോ ജീപ്പും കാറും കൂട്ടിയിടിച്ച അപകടം നടന്നത്. കുറ്റിപ്പുറം അമ്പാല വീട്ടിൽ മുഹൈമിനാണ് മരണപ്പെട്ടത്. കാലടി പ്രേക്ഷിതാരം കോൺവെന്റിലെ സിസ്റ്റർമാരും ഡ്രൈവറും ഉൾപ്പെടെ 5 പേർക്കും മറ്റൊരു കാറിലുണ്ടായിരുന്ന 3 പേർക്കുമാണ് അപകടത്തിൽ പരിക്കേറ്റത്. കേച്ചേരി ഹനീഫ ക്ലിനിക് ആംബുലൻസ് പ്രവർത്തകരും ആക്സ് ആംബുലൻസ് പ്രവർത്തകരും സ്ഥലത്തെത്തി പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിലും തൃശൂർ അമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 വാഹനങ്ങളുടെയും മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഭാഗികമായി ഗതാഗതവും തടസ്സപ്പെട്ടു. വീടിന്റെ ജനലരികിൽ കാട്ടാനയെത്തി. ഭയന്ന് വിറച്ച് കുടുംബം. പാഞ്ഞാൾ പഞ്ചായത്തിലെ ഉതുവടിയിലാണ് സംഭവം. നെയ്യൻ വീട്ടിൽ റിൻസന്റെ വീട്ടുമുറ്റത്തേക്കാണ് തുടർച്ചയായ 2ാം ദിവസവും ആനയെത്തിയത്. വീടിന്റെ ജനലിനരികിൽ കാട്ടാനയെത്തി.
ഭയന്നു വിറച്ച കുടുംബം. പാഞ്ഞാൾ പഞ്ചായത്തിലെ ഉതുവടിയിലാണ് സംഭവം. നെയ്യൻ വീട്ടിൽ റിൻസണിന്റെ വീട്ടുമുറ്റത്തേക്കാണ് തുടർച്ചയായ 2ാം ദിവസവും ആനയെത്തിയത്. ആദ്യ ദിവസം വീടിന്റെ മതിൽ തകർത്ത ആന പ്രദേശത്ത് കൃഷി ഉൾപ്പെടെ തകർത്തെറിഞ്ഞ് വ്യാപക നാശനഷ്ടം സൃഷ്ടിച്ചാണ് തിരികെ മടങ്ങിയത്. തുടർന്നാണ് തൊട്ടടുത്ത ദിവസവും രാത്രിയിൽ ആന വീണ്ടും എത്തിയത്. ശബ്ദം കേട്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയ വീട്ടുകാർ ആനയെ കണ്ട് ഭയന്നു. വീട്ടുകാർ മൊബൈൽ ഫോണിൽ പകർത്തിയ ആനയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഏറെ നേരം ടോർച്ചടിച്ചും ശബ്ദമുണ്ടാക്കിയതിനും ശേഷമാണ് ആന തിരികെ മടങ്ങിയതെന്നും കുടുംബം അറിയിച്ചു. മേഖലയിലെ വാഴകളും മറ്റുമെല്ലാം ആന നശിപ്പിച്ച നിലയിലാണ്. തുടർച്ചയായി വീട്ടുപറമ്പിലേക്ക് കാട്ടാന എത്തുന്നതിൽ വലിയ ആശങ്കയിലാണ് കുടുംബം. രാത്രിയിലൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് പേടി. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മതിലിനോട് കൊച്ചിന് കണ്ടപ്പോ ഭയങ്കര പേടി. നമുക്കിനി വീട്ടിൽ നിൽക്കണ്ടാട്ടോ എന്നൊക്കെയാ പറയണത്. ചെറിയ മോനാണ്, 10 വയസ്സുള്ള മോനാണ്. പക്ഷെ നമ്മുടെ ആ മതിൽ തകർത്ത് വന്നവൻ ഏത് നിമിഷം നമ്മുടെ ജനലോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ചുമരോ തകർത്ത് എന്തെങ്കിലും ചെയ്യുമെന്നുള്ളൊരു പേടിയാണ്. വണ്ടി ഉണ്ട്, കാർ ഇവിടെ കൊണ്ടിട്ടിട്ടില്ല, അല്ലെങ്കിൽ കാറ്. SFI മുൻ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയും മുൻ SFI നേതാവ് K വിദ്യയും വിവാഹിതരായി. തൃക്കരിപ്പൂർ സബ് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ലളിതമായ ചടങ്ങുകളോടെയായിരുന്നു വിവാഹം. SFI മുൻ സംസ്ഥാന സെക്രട്ടറിയും CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവുമായ PM ആർഷോയും മുൻ SFI നേതാവ് K വിദ്യയും ഇതോടെ ജീവിതത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബന്ധുക്കളുടെയും സഖാക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഇരുവരും പരസ്പരം ഹാരമണിയിച്ചത്. വിവാഹത്തിൽ പങ്കെടുക്കാൻ SFIയുടെയും DYFIയുടെയും സംസ്ഥാന നേതാക്കളും പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ നേതാക്കളും എത്തിയിരുന്നു. മുഴുവൻ മാധ്യമങ്ങളും സ്ഥലത്തെത്തിയിരുന്നെങ്കിലും ഒന്നും പ്രതികരിക്കാതെ പ്രിയതമയുടെ കൈപിടിച്ച ആർഷോ തിരികെ നാട്ടിലേക്ക് മടങ്ങി. തുടർന്നും വിശദമായ വാർത്തകൾക്ക് ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. നിറമെഴുതിയ സുദിനം, പ്രിയകരമതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം, ചിരി പകരണ നിമിഷം, നിറയണ നറുഹൃദയം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം, സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിന്മനം. സ്വർണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.